പ്രിയരെ, ഇന്ന് നാം നോമ്പ് കാലഘട്ടത്തിലെ ഒരു ആത്മപരിശുദ്ധിയുടെ പാഠഭാഗമായി മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആമുഖമാക്കി നമ്മുടെ ആത്മാവിനെ തേടുന്ന ധ്യാനത്തിലേക്ക് കടക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുകയും ഹൃദയപരിഷ്കാരത്തിനുള്ള ക്ഷണമായി തീരുന്ന ഈ വചനഭാഗം ഒരു വൈകാരികമായ കാഴ്ചയിലൂടെ നമ്മെ നയിക്കുകയാണ്. ഒരു അപരനായ വ്യക്തിയെ 4 കൂട്ടുകാരുടെ സഹായത്തോടെ യേശുവിൻ്റെ സന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ഈ ഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കും. അവരുടെ വിശ്വാസം കണ്ടു എന്ന ഈ വാക്കിനെ നമ്മെ ആകർഷിക്കുന്ന ഒരു ആലോചനയിലേക്ക് നമുക്ക് നയിക്കാം. ഈ ആളിൻ്റെ വിശ്വാസം മാത്രമല്ല, അയാളെ കൊണ്ടുവന്ന കൂട്ടുകാരുടെ വിശ്വാസവും കർത്താവിൻ്റെ മുമ്പിൽ പ്രസക്തിയുള്ളതായി തീരുകയാണ്. ഈ നോമ്പ് കാലഘട്ടം ഒരു വ്യക്തിയുടെ മാത്രമല്ല, ആ വ്യക്തി ആയിരിക്കുന്ന സമൂഹത്തിന്റെ രൂപാന്തരത്തിനും ഇടയായി തീരണം എന്നുള്ള വിളിയെ നാം ഈ ഭാഗത്തിലൂടെ ധ്യാനിക്കുകയാണ്. യേശു ആദ്യമായി പറയുന്നത്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നതാണ്. ശാരീരിക രോഗത്തെക്കാളും ആദ്യം കർത്താവ് ശ്രദ്ധിച്ചിരിക്കുന്നത് ആത്മീയ രോഗമായ പാപത്തെ തന്നെയാണ്. പാപബോധത്തിലൂടെ അല്ലാതെ നമുക്ക് വിടുതൽ ലഭിക്കുകയില്ല. നാം പാപബോധത്തിലൂടെ എത്തിയാൽ അതിൻ്റെ പരിഹാരമായ ക്ഷമയിലേക്കും ദൈവം നമ്മെ നയിക്കും. നമ്മുടെ പല വിഷമങ്ങൾക്കും ഉറവിടമായിരിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ തളർന്ന ഒരവസ്ഥയാണ്. അതിനാൽ ആദ്യം ആത്മീയ രോഗം ചികിത്സിക്കപ്പെടണം. അതിനുശേഷം യേശു രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് യേശുവിൻ്റെ സമ്പൂർണമായ മാറ്റം കൊണ്ടുവരുന്ന കരുണയാണ്. അതിൽ ആ പക്ഷപാതക്കാരൻ്റെ ശാരീരിക സൗഖ്യവും ആത്മീയ സൗഖ്യവും അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. തുടർന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ യേശു അവരുടെ ഹൃദയത്തെ കാണുന്നു. പുറത്തുള്ള വാക്കുകളെക്കാളും ഉള്ളിലെ ഉദ്ദേശങ്ങളാണ് കർത്താവ് നമ്മളിലൂടെ കാണുന്നത്. അതിൻ്റെ വെളിപ്പെടുത്തലായി യേശു പാപക്ഷമയ്ക്ക് അധികാരം തനിക്കുണ്ട് എന്ന് തെളിയിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വിശ്വാസത്തെയും ആന്തരികമായിട്ടുള്ള ദൈവിക പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് ഈ അധ്യായത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ ഈ കാലം നമ്മെ ക്ഷമയുടെ വഴിയിലേക്ക് സമീപിക്കുകയാണ്. സ്വന്തം പാപങ്ങളെ തിരിച്ചറിയുകയും ദൈവത്തെ സമീപിക്കുകയും ചെയ്യുന്ന വിശ്വാസം ഈ കാലത്ത് വളർത്തപ്പെടണം. ഒരാളുടെ ആത്മീയ ഉന്മുക്തിക്കായി കൂട്ടായ്മ പ്രവർത്തിച്ചപ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അതിനാൽ നമ്മുടേതായ ആത്മീയ പുനരവതാരത്തിനായി മാത്രമല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്കായും ഈ നോമ്പ് കാലഘട്ടം നാം ഉപയോഗിക്കണം. നമ്മുടെ വിശ്വാസം കൂട്ടായ്മയായും വ്യക്തിപരമായും ദൈവം കാണുന്നു. അതിൻ്റെ ഫലമായി ഒരു നവജീവിതം തന്നെ യേശു നമ്മളിൽ വരുത്തുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും പാപങ്ങളും ഉള്ളിലെ വെറുപ്പും ദൈവത്തിന് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളം ശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്കായി അവൻ കടന്നുപോയ കാൽവറിയുടെ ആ പാത പിൻപറ്റിക്കൊണ്ട് ഒരുമിച്ച് ഒരു കൂട്ടമായി കുരിശിൻ്റെ ലാക്കിലേക്ക് പോകാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.